2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ മുൻപെങ്ങും കാണാത്ത വിധത്തിലുള്ള വൻ അഴിച്ചുപണികൾക്കാണ് വേദിയൊരുങ്ങുന്നത്. UDF നേതൃത്വം അവകാശപ്പെടുന്ന 100-ലധികം സീറ്റുകൾ എന്ന ലക്ഷ്യം കേവലം ഒരു സ്വപ്നമല്ലെന്ന് തെളിയിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്നത്. ഇടതുമുന്നണിയുടെ ഉരുക്കുകോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള നേതാക്കളെ തന്നെ സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ച് അധികാരം പിടിക്കാനുള്ള UDF തന്ത്രങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രം മറ്റെങ്ങുമല്ല, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. CPM-ന്റെ ജനകീയ മുഖമായിരുന്ന 3 തവണ കൊട്ടാരക്കരയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച പി. ആയിഷ പോറ്റി CPM ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചത് വലിയ വാർത്തയായിരുന്നു. 1977 മുതൽ 30 വർഷം കൊട്ടാരക്കര അടക്കിവാണ R. ബാലകൃഷ്ണപിള്ള എന്ന അതികായനെ 2006-ൽ 12,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ആയിഷ പോറ്റി എന്ന നേതാവ് നിയമസഭയിലെത്തിയത്. പിന്നീട് 2011-ലും 2016-ലും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവർ തന്റെ വിജയം ആവർത്തിച്ചു. എന്നാൽ 2021-ൽ 3 ടേം മാനദണ്ഡം ഉയർത്തിക്കാട്ടി ആയിഷ പോറ്റിയെ മാറ്റി നിർത്തുകയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ KN ബാലഗോപാലിന് സീറ്റ് നൽകുകയും ചെയ്തു. അന്ന് ശക്തമായ ഇടതുതരംഗം ഉണ്ടായിട്ടും ബാലഗോപാലിന്റെ ഭൂരിപക്ഷം കേവലം 10,000-ലേക്ക് ഇടിഞ്ഞത് ആയിഷ പോറ്റിയുടെ ജനസ്വാധീനം വ്യക്തമാക്കുന്നതായിരുന്നു. പാർട്ടിയിലെ പിണറായിസത്തിനും നയപരമായ വ്യതിയാനങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടെടുത്ത ആയിഷ പോറ്റിയെ പാർട്ടി പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു. ഈ അവഗണനയ്ക്കുള്ള മറുപടിയായാണ് അവർ ഇപ്പോൾ കോൺഗ്രസ് കൈപ്പത്തി സ്വീകരിച്ചിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരിട്ട് നടത്തിയ ചർച്ചകളാണ് ഈ മാറ്റത്തിന് വഴിതെളിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ആയിഷ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല CPM-നെ കാത്തിരിക്കുന്ന തിരിച്ചടികൾ. ആലപ്പുഴയിലെ CPM-ന്റെ ആദർശ മുഖമായിരുന്ന മുൻ മന്ത്രി G. സുധാകരനും UDF പാളയത്തിലേക്ക് നീങ്ങുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാർട്ടി അച്ചടക്കത്തിന് പുറത്ത് കടക്കാതെ തന്നെ പിണറായിസത്തിനെതിരെ നിരന്തരം ശബ്ദമുയർത്തിയ സുധാകരൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലോ അമ്പലപ്പുഴയിലോ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ കോട്ടയത്ത് പിണറായി വിജയൻ വെട്ടിനിരത്തിയ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് സുരേഷ് കുറുപ്പിനെയും UDF ലക്ഷ്യം വെക്കുന്നുണ്ട്. VS അച്യുതാനന്ദനൊപ്പം ഉറച്ചു നിന്നതിന്റെ പേരിൽ പാർട്ടിയിൽ ഒതുക്കപ്പെട്ട സുരേഷ് കുറുപ്പിന്റെ നിലപാടുകൾ കോട്ടയം ജില്ലയിൽ UDF-ന് വലിയ ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇടതുമുന്നണിയിലെ 3ാമത്തെ വലിയ കക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലും വിള്ളലുകൾ പ്രകടമാണ്. ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുന്ന ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളും പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തങ്കലും UDF-ലേക്ക് മടങ്ങാൻ സമ്മതം മൂളിയതായാണ് റിപ്പോർട്ടുകൾ. കാഞ്ഞിരപ്പള്ളി MLA N. ജയരാജും ഈ പാത സ്വീകരിച്ചേക്കും. എന്നാൽ മന്ത്രി റോഷി അഗസ്റ്റിനും റാന്നി MLA പ്രമോദ് നാരായണനും ഇടതുമുന്നണിയിൽ തന്നെ തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. MV ശ്രേയാംസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള RJD-യും UDF-ലേക്ക് എത്തുന്നതോടെ ഇടതുമുന്നണിയുടെ അടിത്തറ ഇളകുമെന്നുറപ്പാണ്. മുൻപെങ്ങും കാണാത്ത വിധത്തിലുള്ള ഐക്യമാണ് ഇപ്പോൾ UDF നേതൃനിരയിൽ ദൃശ്യമാകുന്നത്. KC വേണുഗോപാലിന്റെ ഏകോപനത്തിന് കീഴിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ, K. സുധാകരൻ എന്നിവർ ഒറ്റക്കെട്ടായാണ് നീങ്ങുന്നത്. ഇതിനു പിന്നിൽ രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. കൊട്ടാരക്കര പിടിക്കാൻ ആയിഷ പോറ്റിയെയും ആലപ്പുഴ പിടിക്കാൻ G. സുധാകരനെയും മുൻനിർത്തിയുള്ള നീക്കങ്ങൾ ഇതിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ. വടക്കൻ കേരളത്തിൽ PV അൻവറിനെ ഉപയോഗിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിനെ ബേപ്പൂരിൽ വീഴ്ത്താനുള്ള തന്ത്രങ്ങളും UDF മെനയുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ കാറ്റ് UDF-ന് അനുകൂലമാണെന്നാണ് വിലയിരുത്തലുകൾ. ജനകീയരായ നേതാക്കളെ തഴഞ്ഞതും അമിതമായ പിണറായിസവും ഇടതുമുന്നണിക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്. 2026-ലെ ഫലം വരുമ്പോൾ ഇടതുപക്ഷ അംഗങ്ങളുടെ എണ്ണം 30-ലോ 25-ലോ ഒതുങ്ങിയാൽ പോലും അത്ഭുതപ്പെടാനില്ല.